ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ രാമായണ പാരായണത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. പൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാത്മീകികോകിലം. സാനന്ദരൂപം സകലപ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേഷു രവിസ്വരൂപം പ്രണമ്യ തുഞ്ചത്തെഴുമാര്യപാദം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ. യത്ര യത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. ശ്രീ ആഞ്ജനേയ സ്വാമിക്ക് ജയ്. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരി ഓം. ഇന്ന് നമ്മളിവിടെ പാരായണം ചെയ്യുന്നത് ഇന്ന് 16 ദിവസം സുപ്രഭ കുമാരൻ, രേണുക നായർ, അവർ രണ്ടുപേരാണ് ഇന്ന് പാരായണം ചെയ്യുന്നത്. കിഷ്കിന്ധാകാന്ഡം ആരംഭം മുതൽ ബാലിവധം വരെയാണ് നമ്മൾ ഇന്നിവിടെ പാരായണം ചെയ്യുന്നത്. എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഹരി ഓം. പാരായണം ആരംഭിച്ചോളൂ സുപ്രഭജി. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. പൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാത്മീകികോകിലം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം മാമലീതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ഹരിശ്രീ നമഃ. വിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ, ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ, ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ. കിഷ്കിന്ധാകാന്ഡം ദർശനം. ശാരിക പൈതലേ ചാരുശീലേ വരികാരോമലേ കഥാശേഷവും ചൊല്ലുനീ. ചൊല്ലുവനെങ്കിലങ്കനാരി ശങ്കരൻ വല്ലഭയോടരുൾ ചെയ്ത പ്രകാരങ്ങൾ. കല്യാണശീലൻ ദശരഥസൂനു കൗസല്യ തനേന വരജൻ തന്നോടും പമ്പാസരസ്തടം ലോകമനോഹരം സംപ്രാപ്യ വിസ്മയം പൂണ്ടരുളിയിടിനാൻ. രോഷമാധം വിശാലം വിശദാമൃതം ക്ലേശവിനാശനം ജന്തുപൂർണസ്ഥലം ഉത്ഫുല്ല പത്മകൽഹാര കുതുമ നീലോൽപലമണ്ഡിതം സംസാരകാരണ്ഡവഷത്പദ കോകില കുക്കുട കോയഷ്ടി സർപ്പസിംഹവ്യാഘ്ര സൂകരസേവിതം പുഷ്പലതാ പരിവേഷ്ടിത പാദപൽ സൽപല സേവിതം സന്തുഷ്ട ജന്തുകം കണ്ടു കൗതൂഹലം പൂണ്ടു തണ്ണീർ കുടിച്ചിണ്ടലും തീർത്തു മന്ദം നടന്നിടിനാഗമം.
കാലേ വസന്തേ സുശീതലേ ഭൂതലേ ഭൂലോകപാലബാലകന്മാരിരുവരും ദൃശ്യമോഗാദ്രിപാർശ്വസ്ഥലേ സന്തതം വിശ്വാസം ഉൾക്കൊണ്ട് വിപ്രലാപത്തോടും സീതാവിരഹം പൊറാഞ്ഞു തരകയും ചോദായുധാർത്ഥി മുഴുവൻ മുഴുത്തു പറകയും ആധികലർന്നു നടന്നടുക്കും വിധൗ ഭീതനായി വന്നു ദിനകരപുത്രനും സത്വരം മന്ത്രികളോട് കുതിച്ചു ഒത്തുംഗമായ ശൈലാഗ്രമേറിയിടിനാൻ മാരുതിയോട് ഭയേന ചൊല്ലിയിടിനാൻ ആരീവരും നിതിരുവർ സന്നദ്ധരായി നേരെ ധരിച്ചു വരിക നീ വേഗേന ധീരന്മാരെത്രയുമെന്ന് തോന്നും കണ്ടാൽ അഗ്രജൻ ചൊൽകയെന്നാൽ എന്നെ ബലാലിങ്ങോതി ഗ്രഹിപ്പാനായി വരുന്നവരല്ലേ വിക്രമമുള്ളവരെത്രയും തേജസാ ദിക്കുകളൊക്കെ വിളങ്ങുന്നു കാണുക നീ താപസവേഷം ധരിച്ചിരിക്കുന്നതു താപബാണാദി ശസ്ത്രങ്ങളുമുണ്ടല്ലോ നീ ഒരു വിപ്രവേശം പൂണ്ടവരോടു വായുസദ ചെന്നു ചോദിച്ചറിയേണം നേത്രാലാഭ ഭാവങ്ങൾ കൊണ്ടവർ ചിത്തമെന്തെന്നറിഞ്ഞാൽ വിരവിൽ നീ ഹസ്തങ്ങൾ കൊണ്ടറിയിച്ചിടൂ നമ്മുടെ ശത്രുക്കളെങ്കിൽ അതല്ലെങ്കിൽ നിന്നുടെ വക്രപ്രസാദ മന്ദസ്മേര സജ്ഞയാമിത്രമെന്നുള്ളതെന്നോട് ചൊല്ലണം കർമ്മസാക്ഷി സുതൻ വാക്കുകൾ കേട്ടവൻ ബ്രഹ്മചാരി വേഷമാലംബ്യ സാദരം അഞ്ജസാ ചെന്നു നമസ്കരിച്ചിടിനാനന്ദനാ പുത്രനും ഭർത്തൃപാദാംബുജം പഞ്ചവിലോചനന്മാരായ മാനവ കുഞ്ചരന്മാരെ തൊഴുതു വിനീതനായി അങ്കജൻ തന്നെ ജയിച്ചൊരു കാന്തി പൂണ്ടിങ്ങനെ കാണായ നിങ്ങൾ ഇരുവരും ആരെന്നറിയില്ല ആഗ്രഹമുണ്ടത് നേരെ പറയണമെന്നോടു സാദരം ദിക്കുകൾ ആത്മഭാസൈവ ശോഭിപ്പിക്കും അർക്കനിശാകരന്മാരെന്നു തോന്നുന്നു ത്രൈലോക്യകർത്തൃഭൂതന്മാർ ഭവാന്മാരെന്നാലോക്യ ചേതസി ഭാതി സദൈവമേ വിശ്വൈക വീരന്മാരായ യുവാക്കളും അശ്വനി ദേവകളോ മറ്റെന്നിയേ വിശ്വൈക കാരണഭൂതന്മാരായ ഒരു വിശ്വരൂപന്മാരാം ഈശ്വരന്മാർ നിങ്ങൾ മൂനം പ്രധാന പുരുഷന്മാർ മായയാ മാനുഷാകാരേണ സഞ്ചരിക്കുന്നിതു ലീലയാ നാശനാർത്ഥം പരിപാലനത്തിനു ഭക്താനാം മഹീതലേ രാജന്യവേഷണ പിറന്നൊരു പുണ്യപുരുഷന്മാർ പൂർണ്ണ ഗുണവാന്മാർ കർത്തും ജഗസ്ഥി സംഹാര സർഗങ്ങൾ അത്യുന്നതൗലീലയാ നിത്യസ്വതന്ത്രന്മാർ മുക്തി നൽകും നരനാരായണന്മാരോൾത്താരിൽ നിന്ന് തോന്നുന്നു നിരന്തരം യുദ്ധം പറഞ്ഞു തൊഴുതു നിന്നിടുന്ന ഭക്തനെ കണ്ടു പറഞ്ഞു രഘൂത്തമൻ പശ്യ സഖേ കടുരൂപിണം ലക്ഷ്മണ വിശേഷ ശബ്ദ ശാസ്ത്രമനേന ശ്രുതം ഇല്ലൊരപശബ്ദമെങ്ങുമേ വാക്യങ്ങൾ നല്ല വൈയാകരണം നിർണയം മാനവവീരനും അപ്പോൾ അരുൾ ചെയ്തു വാനര ശ്രേഷ്ഠയെ നോക്കി ലഘുതരം രാമൻ എന്നുടെ നാമം ദശരഥ ഭൂമിപാലേന്ദ്രത്തനേനിവൻ മമ സോദരനാകിയ ലക്ഷ്മണൻ ജാതമോദം പരമാർത്ഥം മഹാമതേ ജാനകിയാകിയ സീതയെന്നുണ്ടൊരു മാനിനി എന്നുടെ ഭാമിനി കൂടവേ താതനിയോഗേന കാനനസീമനിയാതന്മാരായി തപസ്സു ചെയ്തിടുവാൻ ദണ്ഡകാരണ്യെ വസിക്കുന്ന നാളതി തണ്ടനായോരു നിശാചരൻ വന്നുടൻ ജാനകി ദേവിയെ കട്ടുകൊണ്ടിടിനാൻ കാനനെ ഞങ്ങൾ തിരഞ്ഞു നടക്കുന്നു കണ്ടിലവളെ ഒരേടത്തും എന്നിതാ കണ്ടുകിട്ടി നിന്നെ നീ ആരടോ സഖേ ചൊല്ലിയിടുകന്നത് കേട്ടൊരു മാരുതി ചൊല്ലിനാൻ കുപ്പിത്തൊഴുതു കുതൂഹലാൽ സുഗ്രീവനാകിയ വാനരേന്ദ്രൻ പർവ്വതാഗ്രേ വസിക്കുന്നതേ മന്ത്രികളായി ഞങ്ങൾ 4 പേരുണ്ടല്ലോ സന്തതം കൂടെ പിരിയാതെ വാഴുന്നു അഗ്രജനാകിയ ബാലി കപീശ്വരൻ ഉഗ്രൻ ആട്ടിക്കളഞ്ഞിടിനാൻ തമ്പിയെ സുഗ്രീവനുള്ള പരിഗ്രഹം തന്നെയും അഗ്രജൻ തന്നെ പരിഗ്രഹിച്ചിടിനാൻ ശിഷ്യമൂകാചലം സങ്കേതമായി വന്നു വിശ്വാസമോടിരിക്കുന്നിതർത്ഥാത്മജൻ ജ്ഞാനവൻ തന്നുടെ ഭൃത്യനായുള്ള ഒരു വാനരൻ വായുതനയൻ മഹാമതേ നാമധേയം ഹനുമാനൻ അഞ്ജനാത്മജൻ ആമയം തീർത്തു രക്ഷിച്ചു കൊള്ളേണമേ സുഗ്രീവനോട് സഖ്യം ഭവാനുണ്ടെങ്കിൽ നിഗ്രഹിക്കാം ഇരുവർക്കും അരികളെ വേല ചെയ്യാമതിനോ ആവോളമാശു ഞാൻ ആലംബനം മറ്റെനിക്കില്ല ദൈവമേ യുദ്ധം തിരുമനസ്സെഴുന്നള്ളെങ്കിൽ എഴുന്നള്ളുകു ഉൾതാപമെല്ലാം അകലും ദയാനിധേ എന്നുണർത്തിച്ചു നിജാകൃതി കൈകൊണ്ടു തിരുമുമ്പില്ലം മാറുമാരുതി ശോകമമ സ്കന്ധമേറിയിടുവിൻ നിങ്ങൾ ആകുലഭാവമകലെ കളഞ്ഞാലും അപ്പോൾ ശബരിതൻ വാക്കുകൾ ഓർത്തു കണ്ട് ഉൽപ്പല നേത്രൻ അനുവാദവും ചെയ്തു
സുഗ്രീവ സഖ്യം. ശ്രീരാമലക്ഷ്മണന്മാരെ കഴുത്തിൽ അന്മാറങ്ങെടുത്തു നടന്നിതു മാരുതി സുഗ്രീവ സന്നിധം കൊണ്ടു ചെന്നിടിനാൻ വ്യഗ്രം കളകനീ ഭാസ്കരനന്ദന. ഭാഗ്യമഹോ ഭാഗ്യം ഓർത്തോളം എത്രയും. ഭാസ്കരവംശ സമുദ്ഭവന്മാരായ രാമനും ലക്ഷ്മണനാകും അനുജനും കാമധാരാർത്ഥം ഇവിടെ കേഴുന്നള്ളി സുഗ്രീവനും ഓടി വണ്ണം പറഞ്ഞതീശ്വരഗ്രേ മഹാതരുച്ഛായാതലേ തഥാ വിശ്വേക നായകന്മാരാം കുമാരന്മാർ വിശ്രാന്ത ചേതസാമിന്നരുളിയിടിനാൻ. വാദാത്മജൻ പരമാനന്ദമൃതിയോടർക്കാത്മജനോ ചൊല്ലിനാൻ. ഭീതി കളകനീ മിത്രഗോത്രേ വന്നു ജാതന്മാരായൊരു യോഗേശ്വരന്മാരീ ശ്രീരാമലക്ഷ്മണന്മാരെഴുന്നള്ളിയതാരെയും പേടിക്ക വേണ്ട ഭവാനിനി. വേഗേന ചെന്നു വന്നിച്ചു സഖ്യം ചെയ്തു ഭാഗവത പ്രിയനായി വസിച്ചിടുക. വേദനായോരു സുഗ്രീവനും അന്നേരം ആദരപൂർവം ഉദ്ധായ സസംഭ്രമമിഷ്ടവനാഥൻ ഇരുന്നരുളിയിടുവാൻ. ദുഷ്ടരാർത്ഥം നല്ല പല്ലവജാലങ്ങൾ പൊത്തിച്ചവനീട്ടാൻ. അതു നേരം ഇഷ്ടനാമാരുതി ലക്ഷ്മണനും ഒടിച്ചിട്ടുന്ന പണ്ടു സൗമിത്രി സുഗ്രീവനും പുഷ്ടമോദാലൊടിച്ചിട്ടിരുളിയിടിനാൻ. പുഷ്ടി പൂണ്ടെല്ലാവരും ഇരുന്നിടിനാർ. നഷ്ടമായി വന്നിത് സന്താപസംഘവും. മിത്രാത്മജനോട് ലക്ഷ്മണൻ ശ്രീരാമ വൃത്താന്തമെല്ലാം അറിയിച്ചതു നേരം. ധീരനാമാദിത്യ നന്ദനൻ മോദേന ശ്രീരാമചന്ദ്രനോടാശു ചൊല്ലിയിടിനാൻ. നാരീമണിയായ ജാനകി ദേവിയെ ആരറിഞ്ഞു തരുന്നുണ്ടു നിർണയം. ശത്രുവിനാശത്തിനടിയനൊരു മിത്രമായി വേല ചെയ്യാം തവാജ്ഞാവശാൽ. ഏതുമിതു നിരൂപിച്ചു ഖേദിക്കരുതാദികളൊക്കെ അകറ്റുവൻ നിർണയം. രാവണൻ തന്നെ സകുലം വധം ചെയ്തു ദേവിയെയും കൊണ്ടുപോരുന്നതു ഞാനൊരവസ്ഥ കണ്ടേനൊരു നാളതു മാനവവീര തെളിഞ്ഞു കേട്ടിടണം. മന്ത്രികൾ 4 പേരും ഞാനുമായി അചലാന്തേ വസിക്കുന്ന കാലം ഒരു ദിനം പുഷ്കരനേത്രയായോട് തരുണിയെ പുഷ്കരമാർഗേന കൊണ്ടുപോയാനൊരു രക്ഷോവരനതു നേരം അസുന്ദരി രക്ഷിപ്പതിനാരുമില്ലാനുദീനയായി രാമരാമേതി മുറയിടുന്നോ. തവ ഭാമിനി തന്നെ അവൾ എന്നതേവരു ഉത്തമയാം അവൾ ഞങ്ങളെ പർവ്വതേന്ദ്രോക്തമാങ്കെ കണ്ട നേരം പരവശാൽ ഉത്തരീയത്തിൽ പൊതിഞ്ഞ ആഭരണങ്ങൾ അദ്രീശോപരി നിക്ഷേപണം ചെയ്താൽ ഞാൻ അത് കണ്ടിങ്ങെടുത്ത് സൂക്ഷിച്ചു വച്ചേനതു കാണണമെങ്കിലോ. കണ്ടാലും ജാനകി തൻ ആഭരണങ്ങളോ മാനവവീര ഭവാൻ അറിയാമല്ലോ എന്നു പറഞ്ഞതെടുത്തു കൊണ്ടുവന്നു മന്നവൻ തന്നിരു മുമ്പിൽ വച്ചിടിനാൻ. അർണോജനേത്രനെടുത്ത് നോക്കുന്നേരം കണ്ണുനീർ തന്നെ കുശലം വിചാരിച്ചു. എന്നെ കണക്കെ പിരിഞ്ഞതോ നിങ്ങളും തന്വങ്കിയാകിയ വൈദേഹിയോടയ്യോ. സീതേ ജനകാത്മജേ മമ വല്ലഭേ നാഥേ നളിനതളായ രോദനം ചെയ്തു വിഭൂഷണ സഞ്ജയമാതിപൂർവം തിരുമാറിലമൂർത്തിയും പ്രാകൃതന്മാരെ പോലെ ലോകൈകനാഥൻ കരഞ്ഞു തുടങ്ങിനാൻ. ശോകേന മോഹം കലർന്നു കിടക്കുന്ന രാഘവനോട് പറഞ്ഞതു ലക്ഷ്മണൻ. ദുഃഖിയായി ഗേതുമേ രാവണൻ തന്നെയും മർക്കട ശ്രേഷ്ഠ സഹായന വൈകാതെ നിഗ്രഹിച്ചമ്പുജനേത്രയാം സീതയെ കൈക്കൊണ്ടുകൊള്ളാം. പ്രസീത പ്രഭോ ഹരേ. സുഗ്രീവനും പറഞ്ഞാനത് കേട്ടുടൻ വ്യഗ്രിയായി ഗേതുമേ രാവണൻ തന്നെയും നിഗ്രഹിച്ചാൽ നൽകിയിടുവൻ ദേവിയെ കൈകൊള്ളുക ധൈര്യം ധരിത്രീപദേ വിഭോ. ലക്ഷ്മണ സുഗ്രീവ വാക്കുകൾ ഇങ്ങനെ തൽക്ഷണം കേട്ടു ദശരഥ പുത്രൻ ദുഃഖവുമൊത്തു ചുരുക്കി മരുവിനാൾ. മർക്കട ശ്രേഷ്ഠനാമാരുതി അന്നേരം അഗ്നിയെയും ജ്വലിപ്പിച്ചു ശുഭമായ ലഗ്നവും പാർത്തു ചെയ്യിപ്പിച്ചു സഖ്യവും. സുഗ്രീവ രാഘവന്മാർ അഗ്നി സാക്ഷിയായ സഖ്യവും ചെയ്തു പരസ്പരം കാര്യവും സിദ്ധിക്കുമെന്നുറച്ച ആത്മഖേദം കളഞ്ഞുത്തുംഗമായ ശൈലാഗ്രേ മരുവിനാർ. ഭാര്യയും താനും പിണക്കമുണ്ടായതിൻ മൂലമെല്ലാം ഉണർത്തിച്ചരുളിയിടിനാൻ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ഹരി ഓം. ഓം നമോ ഭഗവതേ വാസുദേവായ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ബാലി സുഗ്രീവ കഥ. പണ്ടു മായാവി എന്നൊരു അസുരേശ്വരൻ ഉണ്ടായതുമയൻ തന്നെ പുത്രനായി
യുദ്ധത്തിനാരുമില്ലാനുമതിച്ചവൻ ഉദ്ധതനായി നടന്നിടും ദശാന്തരീ. കിഷ്കിന്ധയാപുരി പുക്കു വിളിച്ചിതു മർക്കടാധീശ്വരനാകിയ ബാലിയെ. യുദ്ധത്തിനായി വിളിക്കുന്നതു കേട്ടതിക്രുദ്ധനാം ബാലി പുറപ്പെട്ടു ചെന്നുടൻ മുഷ്ടികൾ കൊണ്ടു താടിച്ചതു കൊണ്ടതിദുഷ്ടനാം ദൈത്യനും പീഡിച്ചു മണ്ടിനാൻ. വാനരശ്രേഷ്ഠനും ഓടിയെത്തിയിടിനാൻ. ഞാനും അതു കണ്ടു ചെന്നിതു പിന്നാലെ. ദാനവൻ ചെന്നു ഗുഹയിൽ ഉൾപൊക്കിതു. വാനരശ്രേഷ്ഠനും എന്നോട് ചൊല്ലിനാൻ, ഞാനിതിൻ പൂക്കിവൻ തന്നെ ഒടുക്കുവൻ. മോനം വിലദ്വാരി നിൽക്ക നീ നിർഭയം. ക്ഷീരം വരികിൽ അസുരൻ മരിച്ചിടും, ചോര വരികിൽ അടച്ചുപോയി വാഴുക നീ. യുദ്ധം പറഞ്ഞതിൽ പൊക്കിതു ബാലിയും, അത്ര വിലദ്വാരി നിന്നേനടിയനും. പോയിതു കാലം 1 മാസം എന്നിട്ടും ആഗതനായതുമില്ല കവീശ്വരൻ. വന്നിതു ചോര വിലമുഖം തന്നിൽ നിന്നുള്ളിൽ നിന്നു വന്നു പരിതാപവും. അഗ്രജൻ തന്നെ മായാവി മഹാസുരൻ നിഗ്രഹിച്ചാൻ എന്നുറച്ചു ഞാനും തഥാ. ദുഃഖം ഉൾക്കൊണ്ടു കിഷ്കിന്ധ പുക്കീടിനേൻ. മർക്കട വീരരും ദുഃഖിച്ചതു കാലം. വാനരാധീശ്വരനായ അഭിഷേകവും വാനരേന്ദ്രന്മാർ എനിക്കു ചെയ്തിടിനാൻ. ചെന്നിതു കാലം കുറഞ്ഞൊന്നു പിന്നെയും വന്നിതു ബാലി മഹാബലവന്തതാ. കല്ലിട്ടു ഞാൻ വിലദ്വാരം അടച്ചതു കൊല്ലുവാൻ എന്നോർത്തു കോപിച്ചു ബാലിയും. കൊല്ലുവാൻ എന്നോടടുത്തു ഭയേന ഞാൻ എല്ലാടവും പാഞ്ഞിരിക്കരുതാഞ്ഞെങ്ങും. നീളേ നടന്നുഴന്നിടും ദശാന്തരി. ബാലി വരികയില്ലത്ര ശാപത്തിനാൽ. ലക്ഷ്യമൂകാചലി വന്നിരുന്നിടിനേൻ വിശ്വാസമോടു ഞാൻ വിശ്വനാഥാ വിഭോ. മൂഢനാം ബാലി പരിഗ്രഹിച്ചിടിനാൻ. ഗൂഢരാഗം മമ വല്ലഭ തന്നെയും. നാടും നഗരവും പത്നിയും എന്നുടെ വീടും പിരിഞ്ഞു ദുഃഖിച്ചിരുന്നു ഞാൻ. ത്വത്പാദ പങ്കേരുഹ സ്പർശ കാരണാതിപ്പോൾ അതീവ സുഖവും ഉണ്ടായി വന്നു. മിത്രാത്മജോക്തികൾ കേട്ടോരനന്തരം മിത്രദുഃഖേന സന്തപ്തനാം രാഘവൻ ചിത്തകാരുണ്യം കലർന്നു ചൊന്നാൻ. തവ ശത്രുവിനെ കൊന്നു പത്നിയും രാജ്യവും വിത്തവുമെല്ലാം അടക്കിത്തരുവൻ ഞാൻ. സത്യമിതു രാമഭാഷിതം കേവലം. മാനവേന്ദ്രോക്തികൾ കേട്ടു തെളിഞ്ഞൊരു ഭാനുതനയനും ഇങ്ങനെ ചൊല്ലിനാൻ. സ്വർലോകനാഥജനാകിയ ബാലിയെ കൊല്ലുവാൻ ഏറ്റം പണിയുണ്ടു നിർണയം. ഇല്ലവനോളം ബലം മറ്റൊരുവനും ചൊല്ലുവൻ ബാലിതൻ ബാഹുപരാക്രമം. ദുന്ദുഭിയാകും മഹാസുരൻ വന്നു കിഷ്കിന്ധാപുരദ്വാരി മാഹിഷവേഷമായി. യുദ്ധത്തിനായി വിളിച്ചൊരു നേരത്തതിക്രുദ്ധനാം ബാലി പുറപ്പെട്ടു ചെന്നുടൻ ശൃംഗം പിടിച്ചു പതിപ്പിച്ചു ഭൂമിയിൽ ഭംഗം വരുത്തി ചവിട്ടിപ്പറിച്ചുടൻ. ഉത്തമാംഗത്തെ ചുഴറ്റിയെറിഞ്ഞതു രക്തവും വീണു മതങ്കാശ്രമസ്ഥലേ. ആശ്രമദോഷം വരുത്തിയ ബാലി നൃഷ്യമൂകാചലത്തിങ്കൽ വരുന്നാകിൽ ബാലിയുടെ തല പൊട്ടിത്തെറിച്ചുടൻ കാലപുരി ഭോഗമദ്വാക്യ ഗൗരവാത് എന്നു ശപിച്ചതു കേട്ടു കവീന്ദ്രനും അന്നു തുടങ്ങിയ വിടവരുവീല. ഞാനും അതുകൊണ്ട് ഇവിടെ വസിക്കുന്നു മാനസേ ഭീതി കൂടാതെ നിരന്തരം. ദുന്ദുഭി തന്റെ തല ഇതു കാൺകൊരു മന്ദരം പോലെ കിടക്കുന്നതോ ഭവാൻ. ഇന്നിതെടുത്തെറിഞ്ഞിടുന്ന ശക്തനു കൊന്നുകൂടും കപിവീരനെ നിർണയം. എന്നതു കേട്ടു ചിരിച്ചു രഘൂത്തമൻ തന്നെ തൃക്കാൽ പെരുവിരൽ കൊണ്ടതു തന്നെ എടുത്തുമേൽ പോട്ടെറിഞ്ഞിടിനാൻ. ചെന്നു വീണു ദശയോജന പര്യന്തം. എന്നതു കണ്ടു തെളിഞ്ഞു സുഗ്രീവനും തന്നുടെ മന്ത്രികളും വിസ്മയപ്പെട്ടു. നന്നെന്നു പുകഴ്ന്നവർ നന്നായി തൊഴുതു നിന്നിടിനാർ. പിന്നെയും അർക്കാത്മജൻ പറഞ്ഞിടിനാൻ, മന്നവാ സപ്തസാലങ്ങൾ ഇവയല്ലോ. ബാലിക്കു മൽപ്പിടിച്ചിടുവനായുള്ള സാലങ്ങളേഴും ഇവയെന്നറിഞ്ഞാലും വൃത്രാരിപുത്രൻ പിടിച്ചിളക്കുന്നേരം പത്രങ്ങളെല്ലാം കൊഴിഞ്ഞു പോമേഴിനും. വട്ടത്തിൽ നിൽക്കും ഇവറ്റെ ഒരമ്പെയ്തു പൊട്ടിക്കിൽ ബാലിയെ കൊല്ലായി വരും ദൃഢം. സൂര്യാത്മജോക്തികൾ ഈ ദൃശം കേട്ടൊരു സൂര്യാന്നയോത്ഭൂതനാകിയ രാമനം ചാപം കുഴിയെ കുലച്ചൊരു സായകം ശോഭയോടെ തൊടുത്തെയ്തരുളീടിനാൻ. സാലങ്ങളേഴും പിളർന്നു പുറപ്പെട്ടു ശൈലവും ഭൂമിയും ഭേദിച്ചു പിന്നെയും ബാണം ജ്വലിച്ചു തിരിഞ്ഞു വന്ന ആശുതൻ തോണീരമൻപോടു പുക്കോരനന്തരം
വിസ്മിതനായൊരു ഭാനൂതനേയനും സസ്മിതം കൂപ്പി തൊഴുതു ചൊല്ലിയിടിനാൻ. സുഗ്രീവസ്തുതി. സാക്ഷാ ജഗന്നാഥനാം പരമാത്മാവും സാക്ഷിഭൂതൻ നിന്തിരുവടി നിർണയം പണ്ടു ഞാൻ ചെയ്തൊരു പുണ്യഫലോദയം കൊണ്ടു കാണാനും എനിക്ക് യോഗം വന്നു. ജന്മമരണ നിവൃത്തി വരുത്തുവാൻ നിർമ്മലന്മാർ ഭജിക്കുന്നു ഭവത്പദം. മോക്ഷതനായ ഭവാനെ ലഭിക്കയാൽ മോക്ഷമൊഴിഞ്ഞപേക്ഷിക്കുന്നതില്ല ഞാൻ. പുത്രധാരാർത്ഥരാജ്യാദി സമസ്തവും വ്യർത്ഥമത്രേ തവമായ വിരചിതം. ആകയാൽ മേ മഹാദേവ ദേവേശ മറ്റാകാംക്ഷയില്ല ലോകേശ പ്രസീദമേ. വ്യാപ്തമാനന്ദാനുഭൂതികരം പരം പ്രാപ്തോഹമാഹന്ത ഭാഗ്യഫലോദയാൽ മണ്ണിനായി ഒഴിച്ചോ നേരം നിധി തന്നെ ലഭിച്ചതുപോലെ രഘുപതേ. ധർമ്മദാന വ്രത തീർത്ഥ തപക്രതോ കർമ്മപൂർത്തേഷ്ട്യാദികൾ കൊണ്ടൊരുത്തനും വന്നുകൂടാ ബഹുസംസാരനാശനം. നിർണയം ത്വത്പാദ ഭക്തി കൊണ്ടെന്നിയേ ത്വത്പാദ പത്മാവലോകനം കേവലം ഇപ്പോൾ അകപ്പെട്ടതും ത്വത്കൃപാബലം. യാതൊരു തന്നു ചിത്തം നിന്തിരുവടി പാദാംബുജത്തിലിളകാതുറയ്ക്കുന്നു. കാക്ഷണം പോലും എന്നാകിൽ അവൻ തനിക്കൊക്കെ നീങ്ങിയിടും അജ്ഞാനമനർത്ഥതം. ചിത്തം ഭവാങ്കുലറയ്ക്കാകിലും അതിഭക്തിയോടെ രാമരാമേതി സാദരം ചൊല്ലുന്നവനു ദുരിതങ്ങൾ വേററ്റു നല്ലനായേറ്റം വിശുദ്ധനാം നിർണയം. മദ്യപനെങ്കിലും ബ്രഹ്മജ്ഞനെങ്കിലും സദ്യോ വിമുക്തനാം നാമജപത്തിനാൽ ശത്രുജയത്തിലും താരസുഖത്തിലും ചിത്തേയൊരാഗ്രഹമില്ലെനിക്കേതുമേ. ഭക്തിയൊഴിഞ്ഞു മറ്റൊന്നുമേ വേണ്ടിയില്ല മുക്തി വരുവാൻ മുകുന്ദ ദയാനിധേ. ത്വത്പാദ ഭക്തി മാർഗോപദേശം കൊണ്ടു അതാപമുത്പാടയ ത്രിലോകീപദേ. ശത്രുമധ്യസ്ഥമിത്രാദിഭേദക്രമം ചിത്തത്തിൽ നഷ്ടമായി വന്നിതു ഭൂപദേ. ത്വൽപാദ പത്മാവലോകനം കൊണ്ടെനിക്കുൽപ്പന്നമായതു കേവല ജ്ഞാനവും പുത്രധാരാദി സംബന്ധമെല്ലാം തവ ശക്തിയാമായ പ്രഭാവം ജഗൽപദേ. ത്വത്പാദ പങ്കജത്തിങ്കൽ ഉറയ്ക്കണം എപ്പോഴും ഉൾക്കാമ്പെനിക്കു രമാപദേ. ത്വത്നാമ സങ്കീർത്തന പ്രിയയാകണം എപ്പോഴും ജിഹ്വ സദാ നാണമെന്നിയേ. ത്വച്ചരണാപൗരുഹങ്ങളിൽ എപ്പോഴും അർച്ചനം ചെയ്യായി വരിക കരങ്ങളാൽ. നിന്നുടെ ചാരുരൂപങ്ങൾ കാണായി വരിക എന്നുടെ കണ്ണുകൾ കൊണ്ടു നിരന്തരം. കർണങ്ങൾ കൊണ്ടു കേൾക്കായി വരണം സദാ നിന്നുടെ ചാരുചരിതം ധരാപദേ. മച്ചരണദ്വയം സഞ്ചരിച്ചിടണം അച്യുത ക്ഷേത്രങ്ങൾ തോറും രഘുപതേ. ത്വത്പാദപാംസു തീർത്ഥങ്ങളേൽക്കാകണം എപ്പോഴും അംഗങ്ങൾ കൊണ്ടു ജഗൽപദേ. ഭക്തിയാ നമസ്കരിക്കായി വരേണം മുഹൂർത്തമാകം കൊണ്ടു നിത്യം ഭവത്പദം. ഇത്തം പുകഴ്ന്ന സുഗ്രീവനെ രാഘവൻ ചിത്തം കുളിർത്തു പിടിച്ചു പുൽകീടിനാൻ. അംഗസംഗം കൊണ്ടു കൽമഷം വേരറ്റു മംഗലാത്മാവായ സുഗ്രീവനെ തഥാ മായയാ തത്ര മോഹിപ്പിച്ചു തന്നേരം കാര്യസിദ്ധിക്കു കരുണാജലനിധി. ബാലി സുഗ്രീവ യുദ്ധം. സത്യസ്വരൂപൻ ചിരിച്ചരുളി ചെയ്തു സത്യമത്രേ നീ പറഞ്ഞതെടോ സഖേ. ബാലിയെ ചെന്നു വിളിക്ക യുദ്ധത്തിനു കാലം കളയരുതേതുമിനിയടോ. ബാലിയെ കൊന്നു രാജാഭിഷേകം ചെയ്തുകൊള്ളുവൻ നിന്നെ നിർണയം. ആർക്കാത്മജനതു കേട്ടു നടന്നിതു കിഷ്കന്ധയാം പുരി നോക്കി നിരാകുലം. അർക്കകുലോത്ഭവന്മാരായ രാമനും ലക്ഷ്മണവീരനും മന്ത്രികൾ നാൽവരും മിത്രജൻ ചെന്നു കിഷ്കിന്ധാപുരദ്വാരി യുദ്ധത്തിനായി വിളിച്ചിടിനാൻ ബാലിയെ. പ്രത്യൂരുകവും മറഞ്ഞു നിന്നിടിനാർ മിത്രഭാവേന രാമാദികൾ അന്നേരം. വൃദ്ധനാം ബാലി അലറി വന്നിടിനാൻ മിത്രതനയനും വക്ഷസി കുത്തിനാൻ. പൃത്രാരിപുത്രനും മിത്രതനയനെ 100 വലിച്ചു കുത്തിയിടിനാൻ. ബദ്ധരോഷേണ പരസ്പരം തമ്മിലെ യുദ്ധമതീവ ഭയങ്കരമായതു. രക്തമണിഞ്ഞേകരൂപധരന്മാരാ ശക്തി കലർന്നവരൊപ്പം പൊരുന്നേരം. മിത്രാത്മജനേതു വൃത്രാരിപുത്രനു യുദ്ധം തിരിച്ചറിയാവല്ലൊരുത്തനും. മിത്രവിനാശന ശങ്കയാ രാഘവൻ അസ്ത്രപ്രയോഗവും ചെയ്തീലതു നേരം. വൃത്രാരിപുത്ര മുഷ്ടി പ്രയോഗം കൊണ്ടു രക്തവും ഛർദിച്ചു ഭീതനായോടിനാൻ.
മിത്രതനയനും സത്വരമാർത്തനായി വൃത്രാരിപുത്രനും ആലയം പൊക്കിതോ. വിത്രസ്തനായി വന്നു മിത്രതനയനും പൃഥ്വീരുകാന്തികെ നിന്നരുളീടിന മിത്രാന്വയോത്ഭൂതനാകിയ രാമനോട് എത്രയും മാർത്യ പരുഷങ്ങൾ ചൊല്ലിനാൻ. ശത്രുവിനെ കൊണ്ടു കൊല്ലിക്കയോ തവ ചിത്തത്തിൽ ഓർത്തെറിഞ്ഞീല ഞാനയ്യോ. ശത്രുവിനെ കൊണ്ടു കൊല്ലിക്കയോ തവ ചിത്തത്തിൽ ഓർത്തതറിഞ്ഞീല ഞാനയ്യോ. വധ്യനെന്നാകിൽ വധിച്ചു കളഞ്ഞാലും അശ്രേണമാം നിൻ തിരുവടി താൻ തന്നെ. സത്യം പ്രമാണമെന്നോർത്തേനതും പുനരെത്രയും ഭാരം പിഴച്ചു ദയാനിധേ. സത്യസന്ധൻ ഭവാൻ എന്നു ഞാൻ ഓർത്തതും വ്യർത്ഥമത്രേ ശരണാഗത വത്സലാം. മിത്രാത്മജോക്തികൾ ഇത്തരമാകുല ശ്രുത്വാരഘൂത്തമൻ ഉത്തരം ചൊല്ലിനാൻ. ബദ്ധാശ്രുനേത്രനായി ആലിംഗനം ചെയ്തു ചിത്തെ ഭയപ്പെടാകേതു മമ സഖേ. അത്യന്തരോഷവേഗങ്ങൾ കലർന്നൊരു യുദ്ധമധ്യേ ഭവാന്മാരെ തിരിയാഞ്ഞോ. മിത്രഘാതിത്വം ആശങ്ക ഞാൻ അന്നേരം മുക്തവാനായതിൽ അസ്ത്രം ധരിക്ക നീ. ചിത്തഭ്രമം വരവാനൊരടയാളം മിത്രാത്മജ നിനക്കുണ്ടാക്കുവാനിനി. ശത്രുവായുള്ളൊരു ബാലിയെ സത്വരം യുദ്ധത്തിനായി വിളിച്ചാലും മടിയാതെ. വൃത്രവിനാശന പുത്രനാമഗ്രജൻ മൃത്യുവശകതൻ എന്നുറച്ചിടു നീ. സത്യമിതം അഹം രാമൻ എന്നാകിലോ മിഥ്യയായി വന്നുകൂടാ രാമഭാഷിതം. ഇത്തം സമാശ്വാസമിത്രാത്മജം രാമഭദ്രൻ സുമിത്രാത്മജനോട് ചൊല്ലിനാൻ. മിത്രാത്മജകളെ പുഷ്പമാല്യത്തെ നീ ബദ്ധ്വാവിരവോടയക്ക യുദ്ധത്തിനായി. ശത്രുഘ്നപൂർവജൻ മാല്യവും ബന്ധിച്ചു മിത്രാത്മജനെ മോദാലയച്ചിടിനാൻ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ഹരേ കൃഷ്ണ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ഇന്ന് നമ്മൾ കിഷ്കിന്ധാകാന്ഡമാണ് ആരംഭിച്ചത്. അപ്പോൾ ഇന്നത്തെ ഈ പാരായണവും നമുക്ക് ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കാം. ഇന്ന് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഹനുമത് സംഗമം, ശ്രീരാമസ്വാമി ഹനുമാൻ സ്വാമിയെ സുഹൃത്തായിട്ട്, സഹായിയായിട്ട്, അല്ലെങ്കിൽ ദാസനായിട്ട് ഏത് വിധത്തിലും അവിടെ ലഭിക്കുകയാണ്. അപ്പോൾ ഓരോ സമയത്തും നമുക്ക് വേണ്ട ആളുകളെ സഹായികളായിട്ട് ലഭിക്കും. ഇത് ശ്രീരാമസ്വാമി ഭഗവാനാണ്, പക്ഷേ മനുഷ്യരൂപമാണല്ലോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതമായിട്ട് കണക്ട് ചെയ്യാം. കുറേ കഷ്ടങ്ങൾ, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ കൃത്യമായിട്ട് ആ ഭക്തി മനസ്സിലുണ്ടെങ്കിൽ നമ്മുടെ സഹായത്തിനുള്ള ആളുകളൊക്കെ അവിടെ ഏതെങ്കിലും വിധത്തിൽ വരും. ചിലപ്പോൾ അത് ആരായിട്ടാണ് നമുക്ക് അറിയുന്ന ആളെന്നെ ആയിക്കൊള്ളണമെന്നില്ല. അതാണ് നമുക്കിവിടെ കാണുന്നത്. അങ്ങനെ ഹനുമത് സമാഗമം. അപ്പോൾ ഹനുമാൻ സ്വാമി പറയാണ്, ഇനി ഇങ്ങനെ ഒരു സുഗ്രീവൻ എന്ന് പറഞ്ഞിട്ട് ഒരു മർക്കട ശ്രേഷ്ഠനുണ്ട്. അപ്പോൾ അവരെ പരിചയപ്പെടുത്തി തരാമെന്നാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ സുഗ്രീവനുമായിട്ട് സഖ്യം ചെയ്താൽ താങ്കളുടെ ഈ സീതാന്വേഷണം എന്നുള്ള കാര്യം വളരെ സുഗമമായിട്ട് നടക്കും എന്ന് ഹനുമാൻ സ്വാമി വളരെ ധൈര്യത്തോടു കൂടി പറയുകയാണ്. അപ്പോൾ അവിടെ ചെല്ലാണ്. ചെല്ലുമ്പോൾ ഹനുമാനെ കാണുന്ന ഇതുണ്ട്. അവിടെയുണ്ട് ഒരു വിശേഷം. അവിടെ എന്താണ്, ആരാണ് ഈ വരുന്നത്, ഇവരെ അന്വേഷിക്കണമല്ലോ. അപ്പോൾ വിപ്രവേഷം പൂണ്ട് ചെല്ലാനാ പറഞ്ഞത്. ഒരു ബ്രാഹ്മണ വേഷം ധരിച്ചിട്ട് ചെന്ന് അന്വേഷിക്കാനാ പറഞ്ഞത് സുഗ്രീവൻ. കാരണം എന്താണ്, ഇവിടെ നമ്മൾ രാവണൻ വന്നതും ഒരു വിപ്രവേഷത്തിൽ തന്നെയായിരുന്നു. അപ്പോൾ ഈ വേഷത്തിന് വളരെ പ്രാധാന്യമുണ്ട്. വിപ്രവേഷം എന്നാണ്, വിപ്രനായിട്ടൊന്നല്ല, വിപ്രവേഷം. അപ്പം അതൊരു മേക്കപ്പാണ് ശരിക്ക്. ഒരു 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 നടന്മാരെ എടുത്ത് അണിയുന്ന അപ്പം അങ്ങനെ ബ്രാഹ്മണ വേഷം ധരിച്ചിട്ടാണ് ചെന്നത്. ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെ സംസാരിക്കുന്നത്
അപ്പോൾ എങ്ങനെയാണ് എല്ലാം അന്വേഷിക്കണം. അപ്പോൾ ഹസ്തങ്ങൾ കൊണ്ട് കൈകൊണ്ട് കാണിക്കണം, ഇങ്ങനെ ശരിയാണ് അല്ലെങ്കിൽ ഇങ്ങനെ കാണിക്കില്ലേ, ഇതൊക്കെയാണ് ആംഗ്യങ്ങളൊക്കെ കാണിച്ചിട്ടാണ്. നമുക്ക് പറ്റിയ ആളാണെങ്കിൽ നീ ഒന്ന് നിന്റെ മുഖത്ത് നോക്കും ഞാൻ, അപ്പോൾ ചിരിച്ചാൽ മതി, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എന്താണ് ഇവിടെ എങ്ങനെ സംശയം? അഗ്രജൻ ചൊൽകയാൽ എന്നെ ബലാലിംഗ നിഗ്രഹിക്കാൻ വരുന്നു എന്നാണ്. അപ്പോൾ എല്ലാം സംശയമാണ്, സുഗ്രീവനൊക്കെ സംശയമാണ്. കാരണം ഭയത്തോടു കൂടിയാണ് ഇരിക്കുന്നത്. എപ്പോഴാണ് ബാലി വരിക, എന്നെ അല്ലെങ്കിൽ ബാലിയുടെ ആൾക്കാർ വന്ന് എന്നെ കൊല്ലുക എന്നുള്ള സംശയത്തിലാണ്. അപ്പോൾ ഈ സംശയത്തോടു കൂടി ഇരിക്കുന്നവർക്ക് ഭയം വല്ലാതെ ഉണ്ടാവും. അപ്പോൾ ഇതാണ് ഇവിടെ ഭയത്തിന് കാരണം. അപ്പോൾ ആരെ കണ്ടാലും ഭയമാണ്. അപ്പോൾ നല്ല ആൾക്കാരെ കണ്ടാലും ചീത്ത ആൾക്കാരെ കണ്ടാലും ഒക്കെ ഭയമാണ്. ഇത് ശരിയാണോ, ഇയാൾ ശരിയാണോ, ഇയാൾ ശരിയാണോ? കാരണം അങ്ങനെയാണല്ലോ ഇപ്പോഴത്തെ കാലം. നമുക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റും. ഒരു ഒരു നമ്പർ, അറിയാത്തൊരു നമ്പർ കോള് വന്നാൽ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടായാൽ നമുക്ക് ഇതാണ്, നമ്മളപ്പോൾ എടുക്കണ്ടേ, പിന്നെ അപ്പോഴേക്കും ട്രൂ കോളറിൽ പോയി നോക്കിയിട്ടൊക്കെ നമ്മളത് എടുക്കുകയുള്ളൂ. ഇതാണ് ഇന്നത്തെ സ്ഥിതിയാണ്. അപ്പോൾ അന്നും ഉണ്ടായിരുന്നു ഈ പേടിയൊക്കെ എല്ലാവർക്കും. അങ്ങനെ പക്ഷെ അവിടെ സംഗതികളൊക്കെ മനസ്സിലായി. പിന്നീട് നിങ്ങൾ ആരാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സൂര്യചന്ദ്രന്മാരെ പോലെ, കാമദേവനെ പോലെ, അതുപോലെ അശ്വിനി ദേവന്മാരെ പോലെ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരാണോ, ആരാണോ എന്നൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അവസാനം കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ശ്രീരാമസ്വാമിക്ക് മനസ്സിലായി കാര്യങ്ങൾ പറയാൻ പറ്റുന്ന ആളാണ്. കാരണം അത്ര കൃത്യമായിട്ടാണ് ആ ബോഡി ലാംഗ്വേജ്, അതുപോലെ ആ സംസാരിക്കുന്ന വിധം, കണ്ണിൽ നോക്കിയിട്ടാണ്, ഒരു കോൺഫിഡൻസോടുകൂടിയാണ് സംസാരിക്കുന്നത്. അങ്ങനെയുള്ളവരോട് കൃത്യമായിട്ട് നമുക്കും സംസാരിക്കാൻ പറ്റും. അങ്ങനെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു അപശബ്ദം എന്ന് പറഞ്ഞു, അനാവശ്യമായിട്ടൊരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. അതാണ് സംസാരത്തിൻ്റെ രീതി. അപ്പം അങ്ങനെ വന്നപ്പോൾ ശ്രീരാമസ്വാമിയും ഞാൻ ആരാണ്, എന്തിനാണ് ഇവിടെ വന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്നു. പിന്നെ സുഗ്രീവ സഖ്യമാണ്. അപ്പോൾ എന്താണ്, കുറച്ച് ക്ഷമയോടുകൂടി നമ്മൾ കാത്തിരിക്കുകയാണെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാനായിട്ട് നമുക്ക് സഹായത്തിനായിട്ട്. അപ്പോൾ ഹനുമാൻ സ്വാമിയെ കിട്ടി. ഇനിയിപ്പോൾ സുഗ്രീവനെയും സഹായിയായിട്ട് ലഭിക്കാൻ പോവുകയാണ്. അപ്പോൾ അതാണ്, അപ്പോൾ ഒരാളിൽ നിന്നൊരു സഹായം അയാളെ കൊണ്ട് അങ്ങനെ ആ കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് നടക്കാൻ പറ്റും. അപ്പോൾ അവിടെ ഒരു ടീം ഉണ്ടാവണം എല്ലാ കാര്യത്തിനും. ഒറ്റയ്ക്ക് ഒരാളെ കൊണ്ട് പലതും സാധിക്കില്ല. ഇന്നും അങ്ങനെയല്ലേ, കോർപ്പറേറ്റ് വേൾഡ് എല്ലായിടത്തും അങ്ങനെയല്ലേ, ഒരു ടീം വർക്കാണല്ലോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മളുടെയും ഒരു ടീം വർക്കാണ്. അങ്ങനെ അത് കഴിഞ്ഞ് അവിടെ അവർ ഇരിക്കാനൊക്കെ ഉള്ള ഇതൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നീടാണ് വളരെ വിശേഷപ്പെട്ട ഒരു സംഭവം അവിടെ പറയുന്നത്. ഞങ്ങൾ 4 അവിടെ കണ്ടുല്ലോ, സീതയെ കൊണ്ടുപോകുന്ന സമയത്ത് പഞ്ചവാനരന്മാർ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് സീതാദേവി ആഭരണങ്ങൾ ഇട്ടുകൊടുത്തത്. ദുപ്പട്ടയിൽ കെട്ടിയിട്ട് ഇട്ടുകൊടുത്തു എന്ന് പറഞ്ഞില്ലേ, അത് കിട്ടിയത് ഇവർക്കായിരുന്നു, ഈ വാനരന്മാർക്കായിരുന്നു. അപ്പോൾ ആ കണക്ഷൻ ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര കൃത്യമായിട്ടാണ് ഓരോ സംഭവങ്ങളുടെ ആ സീക്വൻസ് എത്ര കറക്റ്റാണ്. അപ്പോൾ കാണിച്ചു കൊടുത്തു. ഇങ്ങനെ പുഷ്കരനേത്രയായ ഒരു തരുണിയെ പുഷ്കരമാർഗേണ കൊണ്ടുപോയാൽ ആ സമയത്ത് കരയുന്നുണ്ടായിരുന്നു. അതോടുകൂടി ഇങ്ങനെ ആഭരണങ്ങൾ താഴേക്കിട്ടു. അപ്പോൾ ഞങ്ങൾ അത് എടുത്തു വെച്ചു. ഇനി നിങ്ങൾക്കറിയാലോ, സീതാദേവിയുടെ ആഭരണങ്ങൾ, ജാനകീദേവി തന്നെ ആഭരണങ്ങളോ മാനവവീര ഭവാൻ അറിയാമല്ലോ എന്നാണ്. അപ്പോൾ കാണിച്ചു കൊടുക്കുമ്പോൾ ശ്രീരാമചന്ദ്രസ്വാമി എന്താ ചെയ്യുന്നത്, ആ ഒരു വാക്ക് വലിയൊരു ഇതാണ്. എന്നെ കണക്കെ പിരിഞ്ഞിതോ നിങ്ങളും തന്വങ്കിയാകിയ വൈദേഹിയോടയോ എന്നാണ്. നിങ്ങളും ഇപ്പം സീതാദേവിയുടെ ശരീരത്തിൽ അണിഞ്ഞ ആഭരണങ്ങളാണ്. അപ്പം അത് ഇപ്പം ഞാനും സീതാദേവിയെ കാണുന്നില്ല, അപ്പം നിങ്ങളും, അപ്പം നമ്മൾ രണ്ടുപേരും തുല്യ ദുഃഖിതരാണ് എന്നുള്ള പോലെയാണ്. അങ്ങനെ പ്രാകൃതന്മാരായ പുരുഷന്മാരെ പോലെ, ഇതൊക്കെ മനുഷ്യജന്മം എടുത്തിട്ടുള്ള ഇതാണ്. അപ്പോൾ ഇതൊക്കെ കാണിച്ചേ പറ്റുള്ളൂ. കരയണം. നമ്മൾ കൃഷ്ണാവതാരത്തിൽ എങ്ങനെയാണ്, ചെന്താമര കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ എന്നാണ്. അവിടെ കരച്ചിലില്ല, അവിടെ എപ്പോഴും മായാവിലാസഹസിതമാണ്, എപ്പോഴും പുഞ്ചിരിയാണ്, പൂപ്പുഞ്ചിരിയാണ്. ഇവിടെ കരച്ചിലും സങ്കടവും അവലാതിയും എല്ലാം ഉണ്ട്. അങ്ങനെ അപ്പോഴേക്കും അവിടെ മാരുതി ഹനുമാൻ സ്വാമി അഗ്നി ജ്വലിപ്പിച്ച് സുഗ്രീവനുമായിട്ട് സഖ്യം ചെയ്യാണ്. അപ്പം എപ്പോഴും നല്ല കാര്യങ്ങൾക്ക്
അഗ്നിസാക്ഷിയായിട്ടാണല്ലോ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അഗ്നി ജ്വലിപ്പിച്ച് അവിടെ അഗ്നിസാക്ഷിയായിട്ട് ഒരു ചെയ്തു. അഗ്നിസാക്ഷിയായിട്ട് സഖ്യം ചെയ്തു. എന്താണ്? ശ്രീരാമസ്വാമിയുടെ പത്നിയായ സീതാദേവിയെ കണ്ടെത്തി കൊടുക്കാമെന്നും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെയാണല്ലോ സഖ്യം, അങ്ങനെയാണല്ലോ രണ്ടു കൂട്ടർക്കും ഗുണമുണ്ടാവണം. അപ്പോഴാണ് പിന്നെ ബാലി സുഗ്രീവ കലഹ കഥ പറയണല്ലോ. എന്തുകൊണ്ടാണ് ഈ ചേട്ടനും അനിയനും തമ്മിൽ വിരോധം ഉണ്ടായതെന്ന് കാര്യമായിട്ട് പറയണല്ലോ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഒരു മായാവി എന്നൊരു അസുരനായിട്ട് ബാലി യുദ്ധം ചെയ്തു. പിന്നെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഇരുത്തി. പിന്നീട് ഗുഹയിൽ അടച്ചു. അവർ രണ്ടുപേരും അവിടെ യുദ്ധം ചെയ്തു. അപ്പോൾ ബാലി പറഞ്ഞിട്ടുണ്ടായിരുന്നു സുഗ്രീവനോട്, ചോര വരികയാണെങ്കിൽ മനസ്സിലാക്കിക്കോളൂ ഞാൻ മരിച്ചു എന്നുള്ളത്, പാല് വരികയാണെങ്കിൽ ഞാൻ ജയിച്ചു എന്ന് മനസ്സിലാക്കിക്കോളാൻ. പക്ഷെ വന്നത് ശരിക്കും ബാലി മരിച്ചിട്ടില്ല. ബാലി ആ മായാവിയെ, അസുരനെ വധിച്ചു. പക്ഷെ അവിടെ മായാവികളല്ലേ, അവർ മായാപ്രയോഗം നടത്തി. അപ്പം അതുകൊണ്ട് വന്നത് ചോരയാണ്. അപ്പോൾ സുഗ്രീവൻ വിചാരിച്ചു ജ്യേഷ്ഠൻ മരിച്ചു എന്നുള്ളത്. അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ് അവിടെ ചേട്ടനും അനിയനും തമ്മിൽ ഉണ്ടായത്. അത് രണ്ടുപേരുടെയും കുറ്റമല്ല ശരിക്കും പറഞ്ഞാൽ. അതിനുശേഷം പിന്നെ അപ്പം അവർക്ക് വിരോധമായി. പിന്നീട് ശരിക്ക് മരിച്ചിട്ടില്ലല്ലോ. പിന്നീടാണ് അപ്പോൾ ഇവിടെ സുഗ്രീവൻ പറയുന്നുണ്ട്, അപ്പോൾ ബാലിയെ ഞാൻ വധിച്ച് നിനക്ക് രാജ്യവും എല്ലാം മടക്കി തരാം എന്നൊക്കെ ശ്രീരാമസ്വാമി പറയുമ്പോൾ ഇവരുടെ കഴിവിൽ അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വാസം വരുന്നില്ല. കാരണം എന്താണ്? ബാലിയുടെ കഴിവ് ഗംഭീരാണ്. ബാലി ദേവേന്ദ്രപുത്രനാണ്. ആ ബാലിയെ കൊല്ലാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ്. കാരണം ധാരാളം വരങ്ങളും ഒക്കെ ലഭിച്ചിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ പെട്ടെന്നൊന്നും അയാളെ വധിക്കാൻ പറ്റില്ല. അപ്പോഴാണ് അവിടെ ദുന്ദുഭി എന്നുള്ള ഒരു മഹാ അസുരനെ വധിച്ചിട്ട് അയാളുടെ ശരീരം അവിടെ കിടക്കുന്നുണ്ട്. അത് എടുത്തു കളയാൻ പറ്റണില്ല, അത്രയ്ക്കും വലുതാണ്. അപ്പോൾ അത് ശ്രീരാമചന്ദ്രസ്വാമി തൻ്റെ കാലിൻ്റെ പെരുവിരൽ കൊണ്ട് ഇങ്ങനെ എടുത്ത് എറിഞ്ഞു എന്നാണ്. അപ്പോൾ ആ ശക്തി അവിടെ ചിലപ്പോഴൊക്കെ അങ്ങനെയാണ്, ചില സമയത്ത് ഇത് ചെയ്യാൻ പറ്റും എന്ന് കാണിക്കേണ്ടതായിട്ടും വരും. ഒക്കെ കഴിവുള്ള ആളാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ചിലപ്പോൾ പ്രൂവ് ചെയ്യേണ്ടി വരും. അതാണ് ഇവിടെ ഉണ്ടായത്. പിന്നെ അതുപോലെ 7 സാലവൃക്ഷങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ നാരായണീയത്തിൽ വിശദമായി പഠിച്ചിട്ടുണ്ട്. ആ സാലവൃക്ഷങ്ങളെ ഒക്കെ ബാലി വന്ന് കുലുക്കുമ്പോൾ അതിൻ്റെ ഇലകളൊക്കെ കൊഴിയും. അങ്ങനെയാണ്. ആ വൃക്ഷങ്ങളെ 7 വൃക്ഷങ്ങളെയും ഒറ്റ അസ്ത്രം കൊണ്ട് ഭേദിച്ചു. ഇതൊക്കെ കണ്ടപ്പോൾ സുഗ്രീവന് പൂർണ്ണ വിശ്വാസമായി. ഇത് കൃത്യം, ഇത് തന്നെയാണ്, ഹീസ് ദ കറക്റ്റ് പേഴ്സൺ എന്ന് മനസ്സിലായി. പിന്നീട് വളരെ സന്തോഷമായി. പിന്നീടാണ് സുഗ്രീവ സ്തുതി. അത് ഗംഭീരമായിട്ടുള്ള സ്തുതിയാണ്. അത് നമ്മൾ നാരായണീയത്തിൽ പഠിച്ചിട്ടുള്ള ആ കാര്യങ്ങളൊക്കെ 3-ാമത്തെ ദശകത്തിൽ ആണ് പഠിച്ചിട്ട്. വിധൂയ ക്ലേശാന്മ എന്ന് പറഞ്ഞിട്ടൊരു ശ്ലോകമുണ്ട്. ആ ശ്ലോകം വളരെ വിശേഷപ്പെട്ടതാണ്. അത് തന്നെ ഇവിടെയും പറയുന്നത്. എപ്പോഴും എനിക്ക് എൻ്റെ കാലുകൾ കൊണ്ട് ക്ഷേത്ര ദർശനത്തിലേക്ക് ആവണം. അത് പറയുന്നുണ്ടല്ലോ, കണ്ണുകൾ കൊണ്ട് നിരന്തരം നിന്നെ കാണായി വരേണം, കർണങ്ങൾ കൊണ്ട് കേൾക്കായി വരേണം സദാ നിന്നുടെ ചാരുചരിതം. പിന്നെ അങ്ങനെ കുറേ ഉണ്ട് അതിൽ. അതൊക്കെ വളരെ വിശേഷപ്പെട്ട സ്തുതിയാണ്. അതിനുശേഷം പിന്നെ ബാലി സുഗ്രീവ യുദ്ധം. അപ്പോൾ യുദ്ധത്തിൽ ആദ്യം ഒരു ചെറിയ പ്രശ്നം വന്നു. ഈ മർക്കടന്മാരല്ലേ, എല്ലാവരെയും ഒരുപോലെ കണ്ടാൽ തോന്നുക. അപ്പോൾ അതായിരിക്കും ശ്രീരാമചന്ദ്രസ്വാമിക്ക് മനസ്സിലായില്ല ഇത് ആരാണ്, സുഗ്രീവൻ ആരാണ്, ബാലി ആരാണെന്ന് മനസ്സിലായില്ല. അപ്പോൾ അവിടെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിനുശേഷം അപ്പോൾ അവിടെ ദേഷ്യപ്പെടുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഹെൽപ്പ് ചെയ്യാഞ്ഞതെന്ന്. അപ്പോഴാണ് ലക്ഷ്മണനോട് പറയുന്നുണ്ട്, ഒരു പുഷ്പമാല്യത്തെ മിത്രാത്മജന്റെ കഴുത്തിൽ ഒരു മാല ഇട്ട് കൊടുത്തോളൂ. അപ്പോൾ എന്താണ് ഒരു എന്താ പറയുക, അടയാളം. അതിനുശേഷം ഇനി നമുക്ക് ബാലിവധം നമുക്ക് പിന്നീടാണ് കാണേണ്ടത്. ബാലിവധം വരെയാണ് നമ്മൾ ഇന്ന് വായിച്ചത്. വളരെ എല്ലാം ഓരോ ദിവസത്തെ ഇതും വായിച്ചു വരുമ്പോൾ എത്ര വിശേഷപ്പെട്ട സംഗതികളാണ് അതിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് എന്നും വായിച്ച് ഇങ്ങനെ സന്തോഷിക്കാം, ആനന്ദിക്കാം, ഇതിൻ്റെ അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കി. പിന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ ആ നാരായണീയത്തിലെ 2 ദശകങ്ങളും കൂടി വായിക്കുകയാണെങ്കിൽ കുറെ കൂടി ഒരു എന്താ പറയുക, നല്ല
ഒരു എനർജി കിട്ടും എന്ന് തന്നെ പറയാം. അങ്ങനെ നമുക്ക് ഇന്നത്തെ ഈ പാരായണം ഇവിടെ സമർപ്പിക്കാം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേർസ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേത് തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ മഹാപ്രഭോ. ശ്രീ ഹരി ഓം.